ഹായ് ഓൾ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഹെയർ കട്ടിംഗ് ആണ്. ഞാൻ ഇതുവരെ സലൂണിലൊന്നും പോയിട്ട് ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടില്ല. എപ്പോഴും ഞാൻ പിൻട്രസ്റ്റിലൊക്കെ നോക്കി ഏതെങ്കിലും ഒരു സ്റ്റൈൽ കണ്ടെത്തി ഞാൻ സ്വയം ഹെയർ കട്ട് ചെയ്യലാണ് ചെയ്യൽ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഹെയർ കട്ട് ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ ഒരു സലൂൺ തിരഞ്ഞെടുത്തു. ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള ഒരു സലൂൺ തന്നെയാണ്. അവിടെ പോയിട്ട് നേരെ ഹെയർ കട്ട് ചെയ്തു. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ജാംജൂം പോയി കുറച്ച് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പർച്ചേസ് ചെയ്യാൻ. അതൊക്കെ കഴിഞ്ഞ് അമ്മ ജസ്റ്റ് വണ്ടിയൊക്കെ ഓടിച്ച് വെക്കുന്നുണ്ട്. ഇതിന് മുന്നേ അവനൊരു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് ഡെസ്ക് മേക്കോറിൽ വെക്കാൻ പറ്റിയ പ്ലാന്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഇൻഷാല്ലാ ഒരു ദിവസം വാങ്ങിക്കണം. അതിന് കുറച്ച് ഡെസ്കിൻ്റെ മേക്കോറിൻ്റെ സെറ്റപ്പൊക്കെ റെഡിയാക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം ഈ പ്ലാന്റും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ. പിന്നെ ഞാൻ രണ്ടാമത്തെ ദിവസം കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോക്ക്. അങ്ങനെ ഇപ്പം ഞങ്ങളുള്ളത് ഹൈലൈറ്റ് മാളിലാണ്. അവിടെ ചെന്ന് ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ വട്ടം കറങ്ങി നടക്കുകയാണ്. അപ്പോഴാണ് ഇവരെ കണ്ടത്. ഇവിടെ ജസ്റ്റ് 99 രൂപക്ക് നമുക്കിത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ജസ്റ്റ് കയറി നോക്കിയതാണ്. അവിടെ ചെന്നപ്പോൾ അമിക്കാണ് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ഓനൊന്ന് കയറ്റാൻ നോക്കിയപ്പോൾ ഓനാണെങ്കിൽ പേടിച്ചിട്ട് കരയാണ് ചെയ്തത്. ഓന് പേടിയാവും. അപ്പോൾ പിന്നെ ഞാൻ കയറാമെന്ന് പറഞ്ഞ് ഞാനൊന്ന് കയറി. എനിക്കാണെങ്കിൽ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഒരു അവസരം കിട്ടിയപ്പോൾ ഞാൻ മുതലാക്കി. അങ്ങനെ ഞാൻ കണ്ടതിൻ്റെ സംഭവം മറ്റേ സോംബികളെ ഇതുണ്ടെങ്കിൽ അതാണ് ഞാൻ കണ്ടിരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അമിക്കും ധൈര്യമൊക്കെ വന്ന് ഓനെ മടിയിലെത്തിയിട്ടൊക്കെയാണ്, നൗഷിൻ്റെ മടിയിലെത്തിയിട്ടൊക്കെയാണ് ഓന് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ. ഓന് ജസ്റ്റ് ഈ ഐസിൻ്റെ സംഭവങ്ങളൊക്കെ ഇപ്പം മിക്കി മൗസും കാര്യങ്ങളൊക്കെ ഐസിൽ നടക്കുന്ന അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയായിരുന്നു ഓൻ്റെ. പിന്നെ ഞങ്ങൾ കുറച്ച് കാർ റേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഓനും ഇരുന്നു ഞാനും ഇരുന്നു. എനിക്കും പിന്നെ അങ്ങനത്തെ ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടാളും അതൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ ഞങ്ങൾ മയോപ്പി വാങ്ങാൻ പോയി. പെർഫ്യൂം വാങ്ങാനുണ്ടായിരുന്നു. അവിടെ നിന്ന് തന്നെ അവർ മേക്ക് ചെയ്ത് തരും. അത് മയോപ്പിൻ്റെ ഫ്രൂട്ട് പഞ്ചാട്ടോ ഞങ്ങൾ എടുത്തിട്ടുണ്ടത്. അങ്ങനെ മയോപ്പിയൊക്കെ വാങ്ങിച്ചു കൊണ്ട് ഞങ്ങൾ നേരെ ഇഫ്താറിനുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ പോയി. കുറച്ച് കട്ട് ഫ്രൂട്ട്സും പിന്നെ ഒരു ഫുൾ ഷവായും പിന്നെ കുറച്ച് ബ്രോസ്റ്റിൻ്റെ ലെഗ് പീസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ ഞങ്ങൾ ബീച്ചിലേക്ക് പോവുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തിയപ്പോൾ ഒടുക്കത്തെ തിരക്കുണ്ടായിരുന്നു. ഇതേപോലെ തന്നെ കുറേ പേര് ഇഫ്താറൊക്കെ ആയിട്ട് തന്നെ അവിടുന്ന് നോമ്പ് തുറക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നല്ലൊരു സ്ഥലം കണ്ടെത്തി അവിടെ ഇരുന്നിട്ട് നേരെ സാധനങ്ങളൊക്കെ സെറ്റാക്കി റെഡിയാക്കി വെച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ബീച്ചിലിരിക്കാമെന്ന് വിചാരിച്ചു. മണലിൽ വിരിക്കാനുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വിരിച്ചിരുന്നു കുറേ നേരം. ബീച്ചിൽ അങ്ങനെ ആ സൗണ്ടൊക്കെ കേട്ട് സംസാരിച്ച് അങ്ങനെ കുറേ സമയം അങ്ങനെ ഇരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അമിക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് നേരെ ഞങ്ങൾ പോകുന്ന സമയത്താണ് അവിടെ ഒരു സൂപ്പിൻ്റെ കട കണ്ടത്. അവിടെ നിന്ന് നൗഷ് ചിക്കൻ സൂപ്പും ഞാൻ ക്രാബിൻ്റെ സൂപ്പുമാണ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. ബൈ.